ആക്സിഡന്റാ? ഹോട്ടലിലുള്ളവരുടെ കാര്യം കഷ്ടമാണ്. പോലീസ് വരാണ്ട് ഇനി വണ്ടി എടുക്കാൻ പറ്റൂല. ഒന്ന് ഫോൺ ചെയ്യണം. ചെയ്തോളൂ. ഒരു 1/2 ലിറ്റർ അടിച്ചേക്ക്, ലാവിഷ് ആവട്ടെ. 1/2 ലിറ്ററോ? യെസ്, 1/2 ലിറ്റർ. സാർ 1 ലിറ്റർ എങ്കിലും. 1 ലിറ്റർ ഒക്കെ വളരെ ജാസ്തിയാ. ഈ വണ്ടിക്ക് ഭയങ്കര മൈലേജ് ആടോ. ഒരു 1/2 ലിറ്റർ അടിച്ചാൽ 3 ദിവസം കിടക്കും. അതല്ല ഞാൻ ഈ വണ്ടി വിൽക്കാതെ. അല്ലെങ്കിൽ പുതിയ എത്ര വണ്ടികൾ ഇറങ്ങണതാ. താൻ അടിച്ചോ. ഓ ഹലോ, യെസ് അഡ്വക്കേറ്റ്. അതെ, വക്കീലാണ്. ഓ ഹലോ, എവിടുന്നാ? ഓ ഓക്കെ. ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നറിയോ? ഓക്കെ, ഡൺ, താങ്ക് യു. ദാ പഞ്ചറാവാൻ കണ്ടൊരു സമയം. നാളെ തരാം. ഓ പ്രകാശ് ചേട്ടാ, വണ്ടി ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഓ പതിവ് പോലെ തന്നെയല്ലേ. അത് ആർക്കെങ്കിലും കൊടുത്തൊരു കാറ് വാങ്ങിക്കടോ. താനൊരു വക്കീലല്ലേ? ചേട്ടാ, ഒരു വക്കീലിന് അത്യാവശ്യം വേണ്ടത് കാറല്ല, കേസാ. ഓട്ടോ. അശ്വതി, ഒരു വിസിറ്റർ ഉണ്ട്. ആ, ഇവിടെയാണോ? താൻ ആ മാപ്പൊക്കെ മടക്കി വെച്ചിട്ട് എൻ്റെ കൂടെ വാ. ഹരി ഫാസ്റ്റ്. എങ്ങോട്ട്? അതൊക്കെ പറയാൻ താൻ വാ. എനിക്ക് ജോലി ഉണ്ടെന്ന്. 5 മണി കഴിഞ്ഞാൽ ഫ്രീ ആവുള്ളൂ. ഡോണ്ട് വെറി. ഇവളുടെ ഫ്രണ്ടാ, അഡ്വക്കേറ്റ് ആണ്. പേര് ഇമാനുവൽ ജോൺ, ഷോർട്ട് ആയിട്ട് ജോ. വാ കം ഓൺ. തനിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മണി 4 ആയുള്ളൂ. ബോസും സ്ഥലത്തില്ല. ഇല്ലാത്ത ബോസിനെ എന്തിനാ പേടിക്കുന്നേ? നമ്മൾ ദൈവത്തെ മാത്രം പേടിച്ചാൽ മതി. വാ. അന്ന് ഞാൻ ചേച്ചിയോടൊന്ന് ചോദിക്കട്ടെ? ഓക്കെ. ഇതിൽ ആരാ ഉള്ള ചേച്ചി? വാട്ട്സ് ഗോയിങ് ഓൺ? എന്താ അച്ചു? അല്ല ചേച്ചി. ഓ, ചേച്ചിയാണ് ഉള്ള ചേച്ചി. എങ്കിൽ ചേച്ചി, ഐ ആം ടേക്കിംഗ് ഹർ. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. കം ഓൺ. നിനക്കെന്താ ഭ്രാന്തായോ? ഐ ആം സോ ഹാപ്പി. വാടോ, വാ. ഇതെന്താ ഇജോ? ഫോർ യു. ഇഷ്ടമുള്ളത് എന്തും. നോ, ഇവിടെ ഉള്ളത് എല്ലാം ഓർഡർ ചെയ്തേക്ക്. വി ആർ അറ്റ് യുവർ സർവീസ്. അല്ലേടോ സർ? നീ തന്നെ ഓർഡർ ചെയ്താ മതി. ഓക്കെ. ഇവിടെ എന്തൊക്കെയാണോ ബെസ്റ്റ്, എന്തെല്ലാമാണ് സ്പെഷ്യൽ, എല്ലാം ഓരോ പോർഷൻ പോരട്ടെ. ഓക്കെ സർ. വട്ടായോ? ചിലപ്പോ ആയി കാണും. വട്ടുള്ളവർക്ക് അറിയില്ലല്ലോ വട്ടാണെന്ന്. റെസ്റ്റോറന്റ് വരിക, ഓർഡർ ചെയ്യുക, കാര്യം എന്താന്ന് പറഞ്ഞില്ല ഞാൻ പോവാ. താൻ ഫോൺ ചെയ്ത് പറഞ്ഞ ആക്സിഡന്റ് ക്ലെയിം എനിക്ക് കിട്ടിയടോ. മറിഞ്ഞു കിടന്ന ആ ഹോട്ടലിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. 10-year-old ബോയ്. അത്ലറ്റിക് ട്രെയിനിങ് എടുക്കുന്ന പയ്യനാ. അവന് മൾട്ടിപ്പിൾ ഫ്രാക്ചറാ. ആ ക്ലെയിം എത്ര കിട്ടാന്നറിയോ? അവന് ഞാൻ ഭാവിയിൽ ഒരു ഒളിമ്പിക്സ് താരമായിട്ടല്ലേ കോടതിയിൽ പ്രസന്റ് ചെയ്യാ. ഇപ്പൊ പറ, വട്ടായിട്ടുണ്ടെങ്കിൽ മതിയായ കാരണത്തോടു കൂടിയല്ലേ? ക്ലെയിമിന്റെ പെർസെന്റേജ് ഒന്നും കൈ കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ടെന്താ? സോ വാട്ട് എന്ന് വെച്ചാൽ ഇപ്പൊ ഓർഡർ ചെയ്ത ഫുഡിന്റെ ബില്ല് ആര് കൊടുക്കും? എന്റെ കാശൊന്നും ഇല്ല കേട്ടോ. എന്നെ അത്രയ്ക്ക് കൊച്ചാക്കല്ലേ. ഇത് കണ്ടോ, വിസ പവർ 24,000 ബാലൻസ് ഉണ്ട്. ബില്ല് ഇതിലും കൂടുതലാണെങ്കിൽ താൻ തന്നെ കൊടുക്കേണ്ടി വരും. ഇവിടെ ഒരു പ്രശ്നം. ആ ജോൺ, എന്താ ഇവിടെ? അതെന്ത് ചോദ്യാളിയാ? ഹോട്ടൽ എന്താ നിന്റെ അപ്പന്റെ വകയാണ്? മീറ്റ് മൈ ഫ്രണ്ട്സ്, ജോൺ കുരുവില, രാജീവ് ചോലയിൽ. രാജീവിന് ടൊയോട്ടയുടെ വർക്ക്ഷോപ്പാ. ജോണിന് പിന്നെ ഭക്ഷണം, വിശ്രമം, അത് തന്നെ. ഇത് അശ്വതി. ഹായ്. ഞങ്ങളും കൂടെ ഇവിടെ ഇരുന്ന ബുദ്ധിമുട്ടാവുന്ന കേസൊന്നും അല്ലല്ലോ. എന്ത് ബുദ്ധിമുട്ട്? ഇരിക്കേ. വെയിറ്റാ, കമ്മിയാ. ബ്ലാക്കിന്റെ ഷെയ്ഡിൽ മഞ്ഞയും വൈറ്റും ഡിസൈൻ നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഐറ്റമാ. അത് കുറച്ച് കൂടുതൽ കിട്ടിയാൽ കൊള്ളാന്ന് മുതലാളി പറഞ്ഞു. മുതലാളിയോട് അഡ്വാൻസ് ആയിട്ട് കുറച്ച് കൂടുതൽ കാശ് തരാൻ പറ. മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കണ്ടേ? ഈ ഉണ്ടാക്കുന്ന കാശൊക്കെ എവിടെ കൊണ്ട് വെക്കുന്നു ചേച്ചി? പെട്ടിയിലടുക്കി വെച്ചിട്ടുണ്ട്. ചുമക്കാൻ ആളില്ലാഞ്ഞിട്ടാ. ഹലോ ആന്റി. അമ്മയുടെ ശത്രുവിനേതാ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. തല്ലണേ തല്ലാം, കൊല്ലണേ കൊല്ലാം. ആ പോലീസുകാരന്റെ കാര്യമല്ലേ അശ്വതി പറഞ്ഞിരുന്നു. ആന്റി ജസ്റ്റ് ഒരു കംപ്ലൈന്റ് എഴുതി ഒപ്പിട്ട് തന്നാൽ മതി. അയാളുടെ കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം. ബെസ്റ്റ്. ഒരൊപ്പിട്ടതിന്റെ കുരിശിനെ പറ്റി പറയുമ്പോൾ എന്തേ അടുത്ത ഒപ്പ് കൊണ്ടുവരുന്നു? വേറെ പണിയൊന്നുമില്ല. ഷീ ഈസ് റിയലി ആംഗ്രി വിത്ത് യു. മനസ്സിലായല്ലോ? മനസ്സിലായി. അതുകൊണ്ട് ഇപ്പൊ കേറുന്നില്ല, പോയേക്കാം. പിന്നെ വഴിയിൽ ഇനിയും വല്ല ആക്സിഡൻസ് കാണോ കേൾക്കുക ചെയ്യും. വിളിക്കാൻ മറക്കണ്ട. ഓക്കെ. വിസിറ്റിംഗ് കാർഡ് വേണ്ട, നമ്പർ എനിക്കറിയാം. അപ്പോ പറഞ്ഞ പോലെ. ഞാൻ ആ വക്കീലിന് ഒരു കേസ് പിടിച്ചു കൊടുത്തിരുന്നു. ഒരു ആക്സിഡന്റ് ക്ലെയിം. അതിന്റെ ട്രീറ്റാ ഇത്. കണ്ടോ, ഇന്ന് രാത്രി ഇനി ഒന്നും വെക്കണ്ട. നീ എന്തിനാ കണ്ടവന്മാരുടെ കൂടെ ബൈക്കിൽ കയറി വരുന്നേ? ബസ്സിൽ ഇങ്ങ് പോന്നാ പോരെ. അത്ര അഡ്വാൻസ് ഒന്നും ആവണ്ട കേട്ടോ. ഇതെന്ത് പറ്റി? മൂഡ് ശരിയില്ലെന്ന് തോന്നണു.
അപ്പുറത്തൊരു തള്ളയും മോളും കണ്ണും മിഴിച്ചിങ്ങോട്ട് നോക്കിയിരിക്കുക. വെറുതെ ആൾക്കാരെ കൊണ്ട് അതും പറയിക്കല്ലേ. ഞാൻ ആദ്യമായിട്ടൊന്നുമില്ലല്ലോ ഫ്രണ്ട്സിൻ്റെ കൂടെ ബൈക്കിൽ കയറി വരുന്നത്. അപ്പോ ഒന്നും ഇല്ലാത്ത പ്രശ്നം എന്താ ഇപ്പോ? അമ്മയ്ക്ക് മോളോടുള്ള വിശ്വാസം പോയോ? വാ, നല്ല ബെസ്റ്റ് ചിക്കൻ സെഷ്വാൻ ഉണ്ട് ഫ്രം ഡാഫഡിൽസ് ദ റെസ്റ്റോറന്റ്. എനിക്കൊന്നും വേണ്ട. ദേ, ചിക്കൻ ഇഷ്ടമല്ലേ? എനിക്കൊന്നും പറഞ്ഞുണ്ടാക്കിയിട്ട് എന്നേക്കാൾ കൂടുതൽ തട്ടിവിടുന്ന പാർട്ടിയല്ലേ? അതല്ലടി, എനിക്ക് ആ വക്കീലിനെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. നിന്റെ മറ്റു ഫ്രണ്ട്സിനെ പോലെ അല്ല. ഇയാൾ ഇച്ചിരി കുഴപ്പമെന്ന് വെച്ചാ ഇത് വെറും ഫ്രണ്ട്ഷിപ്പിലൊതുങ്ങുമെന്ന് തോന്നുന്നില്ല. പിന്നെ പ്രണയത്തിന്റെ വാതിൽ തള്ളി തുറന്നവനകത്ത് കയറുവോ? എനിക്കങ്ങനെ ഒരു തോന്നല്. കുശുമ്പത്തി പാറൂ. ഡോണ്ട് ബി സിലി മൈ ഡിയർ മോം. ഇനി അഥവാ പ്രണയത്തിലായ തന്നെ എന്താ? ചെയ്യാൻ കൊള്ളാവുന്നൊരു കേസിലാവക്കില്ലല്ലേ? അഷ്റഫെ, ഒരു ചെറിയ കഷ്ണം ഇറച്ചി ലേശമ്പാട് ചോറിലിട്ട് മസാലക്കൂട്ട് ശരിയാ നോക്കട്ടെ. എനിക്കും വേണം ഇച്ചിരി. എനിക്കും വേണം. പിന്നെ ദമ്മറുണ്ടല്ലോ, എല്ലാരും കൂടി ഇപ്പൊ തന്നെ അങ്ങോട്ട് വീഴ്ച തിന്നോളി. ഞങ്ങൾക്കില്ല, അബ്ദുക്കാക്കും കൊടുക്കണ്ട. ഓ, അതൊക്കെ മസാലക്കൂട്ട് ശരിയാണോ നോക്കാനല്ലേ മക്കളെ. അങ്ങനെ നിങ്ങളിപ്പോ നോക്കണ്ട. അസ്രഫ്ക, നിങ്ങൾ ചെമ്പ് മൂടി ദമ്മിട്ടോ. ഈ പറഞ്ഞതാ ശരി. എല്ലാവരും അപ്പുറത്തേക്ക് പോയില്ല പിള്ളേരെ, പോയില്ല പിള്ളേരെ. നിങ്ങൾക്ക് എന്താടാ ഇവിടെ കാര്യം? അല്ലാ, വിളി വന്ന്. റംലത്തേക്ക് ഇത് കുറച്ച് ടൈറ്റ് ആണോ? ആണോ? പഴയ അളവിന് ഇനി ഓക്കിപ്പോ പാകാവൂല. പുയ്യാപ്പള വന്നുപോയിട്ട് ഇപ്പൊ മാസം കണ്ടു കഴിഞ്ഞില്ലേ? ഞാനിത് നോക്കട്ടെ പാകാവോന്ന്. നീ അങ്ങനെ പാകാക്കണ്ട, എനിക്കിത് പാകാം. അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. വേണമെങ്കിൽ കുറച്ച് കൂട്ടാം. എന്നാ പിടിക്കേ. അതൊന്നും വേണ്ട. ഇളയമോ ഒന്നും കൂടെ തിരിഞ്ഞേ. സീഡിലാക്കി ഇളയപ്പാ കഴിച്ചു കൊടുക്കാം. ഇവൻ ഈ ക്യാമറ വാങ്ങി കൊടുത്താ മൂത്തപ്പ ഇത് ഏറ്റവും വലിയ തെറ്റ്. ആ പുതിയത് തുന്നിക്കൊണ്ടതാ. അയ്യോ, നിങ്ങളൊക്കെ നസീബാണ് മക്കളെ, നസീബ്. പുയാപ്പളമാര് ദുബായി കിടന്ന് കായുണ്ടാക്കാനും വനജവിടെ പുതിയത് തുന്നിക്കൊണ്ടിരാനും എന്താ ഒരു സുഖം. അതെ, പിന്നെയും വിളിച്ച് ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കുക. അന്നോട് പറഞ്ഞതൊന്നും എനക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങളിത് എന്താണ് താ? ഒരു മിനിറ്റ് നമ്മള് വെറുതെ കുത്തിരിക്കണ്ട. അന്നോട് 5-6 ഇളനീര് വെട്ടിക്കാൻ പറഞ്ഞില്ലേ? ഉസ്മാനിൽ അവിടെ ഇളനീര് വെട്ടിക്കൊണ്ടിരിക്കണ. നിങ്ങളിത് എന്താണ് താ? എന്നാ ഇവിടെ കിടന്ന് തിരിയാണ്ട് വന്നവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കേ. ഓന്റെ ഒരു ചിരി. എന്റെ ഇക്കാക്കി അനുസനൊക്കെ വന്നിട്ടുണ്ട്. രുക്കിയുടെ കല്യാണം ഉറപ്പിക്കില്ല. ഹൈ, എന്നിട്ട് ആരും പറഞ്ഞില്ലല്ലോ പെണ്ണേ. അച്ഛനോട് ഞാൻ ഫോൺ ചെയ്ത് പറയാം കേട്ടോ. ആ, കാറ് വന്നല്ല, മുഹമ്മദ് ഡോക്ടർ ആയിരിക്കും. ജമീലന്റെ ആങ്ങളയുടെ അളിയനാ, ഹാർട്ടിന്റെ ഡോക്ടറാ. എന്തിനാ ഞാൻ അങ്ങോട്ട് വരുന്നത്? വിരുന്നുകാരൊക്കെ ഉള്ളതല്ലേ. വിരുന്നുകാരുണ്ടായ എനക്കെന്താ? നീയും നിന്റെ മോളും ഈ കുടുംബത്തിൽ തന്നെയാ. അങ്ങനെയാ ഞാൻ കരുതിയിരിക്കുന്നത്. അബ്ദുള്ള, ചെമ്പ് തുറക്കാൻ നേരത്തെ ഒരു വിളി വരുന്നത് നമുക്ക് തോന്നിയിരിക്കണ്. ദമ്മ് വേഗം പൊട്ടിക്ക അഷ്റഫ്, എന്നിട്ടേ നമ്മള് പോണുള്ളൂ. നിങ്ങളൊന്ന് പടക്കാണ്ട് കുത്തിരിക്കുന്നേ അവിടെ. അബ്ദുള്ള, ചില സമയത്ത് തോന്നിച്ചെങ്ങടി കേക്കില്ല. വനജന്റെ മോക്കും രുക്കിയക്കും ഒരേ പ്രായ. 10ാം തരം വരെ സ്കൂളിൽ ഓരോപ്പമായിരുന്നു. മൂത്തോളെ കെട്ടിച്ചയക്കാൻ തള്ളാർക്ക് വിഷമ. ഞമ്മക്ക് വയസ്സായി നാട്ടുകാരും കൂട്ടുകാരൊക്കെ അറിയൂലേ, അതിന്റെ വിഷമാവ്. വനജയ്ക്ക് അങ്ങനെ ഒന്നുമില്ല. മോക്കൊരു പണിയായിട്ട് മതിയെന്നായിരുന്നു. അതിപ്പായി. ഒരു പ്രായമാകുമ്പോ പെൺകുട്ടികളെ ഉടനെ കെട്ടിച്ചയക്കണം, അല്ലെങ്കിൽ വേറെ പല ഇടങ്ങേറുകളും ഉണ്ടാവും. കാലം വളരെ മോശം. ഒരു 16-17 അതിന്റെ അപ്പുറം പോകരുത്.